അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ കള്ളം പറയുന്ന മുസ്ലിയാക്കന്മാരുടെ ഒരു പരമ്പര തന്നെയാണ് ഏതാനും വീഡിയോകളായിട്ട് ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ കാണിക്കുന്നുണ്ട്. അതാണ് കേൾക്കേണ്ട കഥ. അത് കേട്ട് കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞത് ഒന്നുമല്ല, മുസ്ലിയാക്കന്മാരെ വളരെ നിസ്സാരമായ തള്ളലാണ് ഇതുവരെ തള്ളിയത്. ഈ തള്ളൽ ഇപ്പോൾ കേൾക്കാൻ പോണ തള്ളലാണെങ്കിലോ അത് അതിഗംഭീരമായ തള്ളലാണ്. മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ ഏത് കാലത്ത് നേരെയാകാനാണ്? നിങ്ങൾക്ക് എപ്പോഴാണ് നേരം വെളുക്കുക? എപ്പോഴും അന്തം ഉണ്ടാകുക? ഇതൊക്കെ ചോദിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണേ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇപ്പോൾ മുസ്ലിയാക്കന്മാർ ഇപ്പോൾ എന്തൊക്കെ നബിയുടെ മേൽ ഇല്ലാത്ത കളവ് പ്രചരിപ്പിച്ചു. നബി എടക്കരയിൽ വന്നു, പരപ്പനങ്ങാടിയിൽ വന്നു, അതോടൊപ്പം തന്നെ അഹമ്മദാബാദിലേക്ക് പോയി, ആലുവയിൽ വന്നു, അതേപോലെ മാനന്തവാടി വന്നു. ഇങ്ങനെ ഈ സമസ്ത കൂടാരത്തിൻ്റെ വേദിയിൽ മാത്രം ആണ് ഈ പിന്നെ നബി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നബീനെ വെച്ച് വിറ്റ് തിന്നാനുള്ള നല്ല ക്വാളിറ്റിയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് ഈ സമസ്ത വിഭാഗങ്ങൾ. അതായത് മറ്റേ രണ്ട് വിഭാഗങ്ങളൊക്കെ ഇനി തന്നെ കൂട്ടാളികളാണെങ്കിൽ അവരൊക്കെ ഇതന്നെ പണി. അത് റസൂലുള്ളാഹിനെ വെച്ച് എന്ത് ചെയ്യുക? വിറ്റ് തിന്നാം. കാരണം മറ്റുള്ള പിന്നെ ഇവരുടെ കുറേ കുളിക്കാത്ത നനക്കാത്ത ഔലിയാക്കന്മാരൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ അതൊക്കെ പ്രചരിപ്പിച്ച് അത് ഗ്രിപ്പ് കിട്ടാണ്ട് വരുമ്പോൾ പിന്നെ പിടിക്കുന്നത് നബീനെയാണ്. നബീനെ പിടിക്കുമ്പോൾ പിന്നെ ആരും തള്ളൂലല്ലോ, അതെല്ലാവരും കൂടി കേട്ട് വിഴുങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതുവരെ നബിയുടെ മേലും പറഞ്ഞ പോലെയല്ല ഇനിയിപ്പോൾ ഈ ചങ്ങാതി പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ വളരെ ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത്. കാരണം ശ്രോതാക്കൾക്ക് അത് കേൾക്കാനുള്ള പിന്നെ അത് പെട്ടെന്ന് കേട്ട് അത് കാര്യം പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ വീഡിയോ ആണ്. ഞാൻ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പിന്നെ കാര്യങ്ങളൊക്കെ ചുരുക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. കാരണം ആൾക്കാർ കേൾക്കാൻ അതാണല്ലോ എളുപ്പം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് പോവുകയാണ്. ഇനി നിങ്ങൾ ആ മുസ്ലിയാർ പറയുന്ന വീഡിയോ നിങ്ങൾ കേട്ടു നോക്ക്. മനസ്സിലാക്കിയത് സമസ്ത ഉണ്ടാക്കാൻ സമ്മതം കൊടുത്തതും രൂപീകരണ യോഗത്തിൽ ദുആക്ക് ആമീൻ പറയുന്ന കൂട്ടത്തിലും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. തള്ളൽ എന്തായിരുന്നാലും വളരെ ഗംഭീരമായ തള്ളലായി പോയി മുസ്ലിയാരെ. കാരണം നിങ്ങളുടെ ഈ ജാറ കമ്പനി മരിച്ചവരെ വെച്ചിട്ട് തിന്നുന്ന ഫുഡ് അടിക്കുന്ന ഈ കമ്പനി തുടങ്ങാൻ, അതായത് ഈ ഫാക്ടറി ഉണ്ടല്ലോ, ഇത് ഡെഡ് ബോഡി വെച്ചിട്ട് ഫുഡ് അടിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ കമ്പനി നടത്താൻ നബി സമ്മതം കൊടുത്തിട്ടാണ്. എവിടെ എത്തിക്കഥ? അല്ല, ഇപ്പോൾ പറഞ്ഞ് ഇപ്പോൾ ഇവർ എവിടെയും വരെ എത്തിയെന്ന് ആലോചിച്ച് നോക്കി. സമസ്ത കൂടാരം ഉണ്ടാക്കാനേ നബി 1925 പെർമിഷൻ കൊടുത്തില്ല. അതായത് ഇവരെ ഭാഷയിൽ നബിയോട് ചോദിച്ചു, നബിയെ, കേരളത്തിൽ കുറേ പിന്നെ മരിച്ചവരൊക്കെ ഉണ്ട്, കുറേ ഔലിയാക്കന്മാരൊക്കെ ഇവിടെ പെരുകുന്നുണ്ട്, ഞങ്ങളിതൊക്കെ കെട്ടിപ്പൊക്കിയിട്ട് ഇതൊരു ബിസിനസ് ആക്കിക്കോട്ടെ, അങ്ങ് സമ്മതിക്കുമോ നബിയെ? അപ്പോൾ നബി പറഞ്ഞു, ഇപ്പോൾ ആവശ്യം വേണ്ട, നമുക്ക് പിന്നെ അടുത്ത വർഷം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് 1926 എത്തിയപ്പോൾ സമസ്ത രൂപീകരിക്കാൻ നബി അനുവാദം കൊടുത്തൂന്ന്. എവിടെ എത്തി? അല്ല, നിങ്ങളെല്ലാവരും സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് കേട്ടു നോക്കി. മുസ്ലിയാക്കന്മാർ എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോൾ സമസ്ത ഉണ്ടാക്കാനേ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെർമിഷൻ കൊടുത്തൂന്ന്, സമ്മതം കൊടുത്തിട്ടുണ്ട്. 25 ചോദിച്ചിട്ട് നബി സമ്മതിച്ചിട്ടില്ല. 26 എത്തിയപ്പോൾ പറഞ്ഞു, ശരി, ഇനി നിങ്ങൾ വെച്ച് അതൊക്കെ ജാറൊക്കെ കെട്ടിപ്പൊക്കി നിങ്ങൾ പിന്നെ ആശയമൊക്കെ പ്രചരിപ്പിച്ച് നിങ്ങൾ ഫുഡ് അടിക്കാൻ തുടങ്ങിക്കോ എന്ന് നബി പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് എന്നാണ് ഈ മുസ്ലിയാർ വന്നിട്ട് പറയുന്നത്. പച്ചയായിട്ട് നിങ്ങൾ കേട്ടതല്ലേ? അതുമാത്രമല്ല, അങ്ങനെ രൂപീകരണം നടത്തുന്ന സമയത്ത് യോഗം കൂടിയിട്ട് ഈ കുബൂരി മുസ്ലിയാക്കന്മാരുണ്ടല്ലോ, ജാറം വീട്ടിൽ നിന്ന മുസ്ലിയാക്കന്മാർ, ആ മുസ്ലിയാർ വന്ന് അൽ ഫാത്തിഹ എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്റ്റേജിൻ്റെ അവിടെ അതിൻ്റെ ഒരു ഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ ആമീൻ 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 എന്ന് പറഞ്ഞിട്ട് ദുആക്ക് ആമീൻ പറഞ്ഞു എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മുസ്ലിം, ഇവരൊക്കെ എന്താ വേണ്ടത്? ഈ വക കള്ളത്തരം റസൂലുള്ളാഹിന്റെ മേത്ത് പിന്നെ പറയുന്ന ഇവരുടെ അവസ്ഥ എന്തായിരിക്കും അവസാനം? സമൂഹം ഇവരെ പഠിച്ചു മനസ്സിലാക്കണം. ഈ കൂടാരത്തിൽ ആര് നിൽക്കുന്നുണ്ടെങ്കിൽ ഒക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടോളി. അതായത് ഈ സാധനം ഉണ്ടല്ലോ, ഈ സമസ്ത, അത് മുങ്ങാൻ പോകുന്ന കപ്പലാണ്. പിന്നെ കാസിം പറഞ്ഞില്ലേ, അടുത്ത പ്രസിഡന്റ് പിന്നെ വഹാബി ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. ഒരു പക്ഷേ അത് ശരിയാവാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഇവർ മുങ്ങാൻ പോണ കപ്പലാണ്. ആ കപ്പലിൽ നിങ്ങൾ രക്ഷപ്പെട്ടോളി. പ്രിയമുള്ള സഹോദരങ്ങളെ, നോക്ക്, റസൂലുള്ളാഹിന്റെ മേത്തൊക്കെ ഇങ്ങനെ കള്ളം പറയാൻ ഇവർക്കല്ലേ കഴിയുള്ളൂ. ഈ സമസ്ത കൂടാരം, പിന്നെ ഈ സമസ്ത അനാചാരങ്ങൾ, സമസ്ത ചെയ്യുന്ന കാര്യങ്ങൾ, ഈ സമസ്ത രൂപീകരിക്കാൻ നബി പെർമിഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ സമസ്തയുടെ ആചാരങ്ങൾക്കൊക്കെ നബി പിന്തുണ കൊടുത്തു എന്നല്ലേ വരുന്നേ? അങ്ങനത്തെ ഒരു കമ്പനിയാണല്ലോ ഈ കമ്പനി നടത്താനുള്ള എല്ലാ അനുവാദവും നബി കൊടുത്തു എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങളുടെ ആശയം പ്രചരിപ്പിച്ചോ നബി പിന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നല്ലേ വരുന്നത്. എവിടെ എത്തി കഥ? എത്രത്തോളം എത്തി? അതാണ് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക.
ഈ കമ്പനിയുടെ. എന്നിട്ട് നബി ഇവർ ദുആ ചെയ്തപ്പോൾ നബി വന്നിട്ട് ആമീൻ പറഞ്ഞു എന്ന്. അതിന് നബിയുടെ വേദിയിലെത്തി. എവിടെ? അതങ്ങനെയാണല്ലോ, പെർമിഷൻ കൊടുത്താൽ പോരല്ലോ, ഇവിടെ എത്തണ്ടേ. അങ്ങനെ ആരൂപീകരണ യോഗത്തിൽ നബി എത്തിയിട്ട് ആമീൻ ആമീൻ എന്ന് പറഞ്ഞു. ഈ പാള കിതാബ് ഓതി പഠിച്ച ഈ കുറേ ഖുറാഫി മുസ്ലിയാക്കന്മാരില്ലേ, അവർ ദുആ ചെയ്യുമ്പോൾ നബി ആമീൻ പറയാം. അപ്പോൾ നബി എവിടെ എത്തി? ഈ ഖുറാഫി മുസ്ലിയാക്കന്മാരൊക്കെ എവിടെ എത്തി? ഇതാണ് അവസ്ഥ. അതുകൊണ്ട് സത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഈ കൂടാതെ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ തടി രക്ഷപ്പെടുത്തിക്കോളി, പരലോകം രക്ഷപ്പെടുത്തിക്കോളി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.